ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാതെ മുടി രണ്ടും കൂടെ ഫ്രണ്ടിലെടുത്ത് ഇടരുതെന്ന് പറഞ്ഞിട്ടില്ലേ അവനെ അടുത്ത്. പിന്നെ എന്താ കേട്ടാല് ഞാൻ എണ്ണയൊക്കെ തേച്ച് ഒതുക്കി വെച്ചേക്കണ കണ്ടില്ലേ? ഇതിന്റെ ആവശ്യം എന്താ അവനിക്ക് ഇത്ര ചെറിയ പ്രായത്തില്? 2 സ്ലൈഡ് എടുത്ത് വെച്ചത് കുത്തി വെച്ച വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോണില്ലല്ലോ. നിന്നെ പിടിച്ച് കടിക്കുവാ സ്ലൈഡ്? പിന്നെ എന്തുവാ മുടി എടുത്ത് അങ്ങ് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടേക്കുന്നത്? നിന്നോടല്ലേ ചോദിക്കുന്നത്? മോളൊന്നും പറയുന്നില്ലേ? ഞാൻ പറയില്ലല്ലോ. മിണ്ടാതിരിക്കണം പറഞ്ഞോണ്ട്. അല്ലല്ല പറഞ്ഞോ, ഞാൻ കൗണ്ടർ ആൻസർ പറഞ്ഞു. ഞാൻ റൂഡായിട്ടാണ് അല്ല സോറി അമ്മ, എനിക്കത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ എന്താ വെച്ചാ മോളുടെ ഒരിത് പറഞ്ഞു. ഓക്കെ, എന്താന്ന് ഞാൻ ചോദിക്കണം നിന്റെ അടുത്ത്. ഇഷ്ടായോണ്ട് വെച്ചാ എന്നാ പിന്നെ മുടി മൊത്തത്തിലും കഴിച്ചിട്, മുഖം കാണണ്ട. നീ ഇങ്ങനെ ചെയ്യേ കേട്ടോ. അഞ്ജലി അതവളൊരു കുഞ്ഞല്ലേ, അവൾക്ക് ഇഷ്ടം കൊണ്ടല്ലേ അങ്ങനെ. കുഞ്ഞാണെന്ന് കരുതി ഇത് നോക്കിയത് ഇത്രയും മുടി നീളത്തിൽ ഇത് അങ്ങ് ആ ക്ലിപ്പിന്റെ കൂടെ ഇരുന്ന വൃത്തിയായിട്ട് മുഖം കാണാൻ പറ്റില്ല. എന്നാലും 3 ക്യാമറ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതങ്ങ് ഇരുന്ന് വൃത്തിയായിട്ട് കാണാൻ പറ്റില്ലേ? അത് ഇപ്പത്തെ കുട്ടികളുടെ സ്റ്റൈലല്ലേ ഇങ്ങനെ. അതിന് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിലേ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇനി നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടെ അങ്ങ് അവൾക്ക് അതിനെ വഴിവെച്ച് കൊടുക്കും. അമ്മ ഇങ്ങനെ സ്ട്രിക്റ്റ് ആണ് എപ്പോഴും. ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുമ്പോ പിള്ളേർ അവരുടെ ഇഷ്ടത്തിനല്ലേ ഹെയർ തുടങ്ങി. ഞാനും അതെ ഫ്രണ്ടിലൊക്കെ ഇത്ര ദേഷ്യം. ഞാൻ നല്ലോണം ദേഷ്യപ്പെടും. ആണോ? എന്തൊരു ക്രെഡിറ്റോടെയാ പറയണെന്ന് നോക്കിക്കേ. ആണോ മോളെ? അമ്മ എന്തിനാ എപ്പോഴും ദേഷ്യപ്പെടുന്നത്? അതായത് ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോ അതും എഴുന്നേറ്റിരിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ അതും ഇങ്ങനെ ചൊറിയും. നീ കൊള്ളാട്ടോ, നീ പിടിക്കാ. അതും ഇങ്ങനെ ചുമ്മാ ചൊറിയും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു കളറിംഗ് ബുക്ക് ഉണ്ട്, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് 2 ക്രയോൺസ് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ വരയ്ക്കും. അതും എന്റെ കയ്യിൽ അടിപൊളി ക്രയോൺ ആണല്ലോ. അപ്പൊ ഞാൻ പറയും ഇല്ല തരൂല. അപ്പൊ ശരിക്കും അവളുടെ കയ്യിലടിക്കും നല്ലത്. അപ്പൊ എനിക്കത് വെച്ച് കളർ ചെയ്യാമല്ലോ. അപ്പൊ ഞാൻ അത് എടുക്കും. എന്നിട്ട് അതെടുക്കും. എന്റെ പേനതാ. അപ്പൊ ഇവളിനി ഞാൻ ആ പേന ഇങ്ങനെ പിടിച്ചു മേടിക്കും. അപ്പൊ അമ്മ ആരാ അവിടെ ഒച്ച ഉണ്ടാക്കണേ? അപ്പൊ അമ്മയുടെ എപ്പോഴും വഴക്ക് കിട്ടുന്ന ചേച്ചിക്കല്ലേ? എപ്പോഴും അല്ല, ഇടയ്ക്ക്. ആദൂനും വഴക്ക് കിട്ടാറുണ്ട്. ആദൂന് വഴക്കിട്ട് ആദു എന്തെങ്കിലും ചെയ്യുമ്പോ അതിനെനിക്ക് വഴക്കിട്ട. അത് ചേച്ചിയുടെ ഉത്തരവാദിത്തമാണ് ആദൂനെ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് അമ്മ അങ്ങനെ പറയണേ. ശരി, നമുക്ക് അടുത്തതിലേക്ക് പോവാം. റെഡി? ആവണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോട്? ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ഡെയിലി അമ്മ എനിക്ക് അതുണ്ടാക്കി തരൂ, ഇതുണ്ടാക്കി തരൂ. അമ്മ കിച്ചൻ കാണാറുണ്ടോന്ന് ആദ്യം ചോദിക്കട്ടെ. ഇല്ല, എന്റെ അമ്മയെ കാണുന്നത് ബെസ്റ്റ്. പക്ഷെ അമ്മയ്ക്ക് അറിയാം. ആണോ? അമ്മയ്ക്ക് അറിയാമോ കുക്ക് ചെയ്യാൻ? എന്തൊരു സപ്പോർട്ടിങ് മോളാന്ന് നോക്കിക്കേ. നോക്കട്ടെ, ടേൺ ചെയ്ത 2 പേര് നോക്കട്ടെ. ദോശ. ഇതെന്താ ഇവരുടെ അടുത്ത് ഒരു പനിഷ്മെന്റ് ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ, എല്ലാം കറക്റ്റ് ആൻസർ ആണല്ലോ. ദോശയുടെ ആളാ, ഫുൾ ടൈം ദോശ. വൈകുന്നേരം ദോശ കിട്ടിയാൽ ഐ ആം ഹാപ്പി. ആണോ? ദോശയുടെ കൂടെ എന്താ ഇഷ്ടം? സാമ്പാറോ ചട്നിയോ? എനിക്ക് ദോശയുടെ കൂടെ എല്ലാം ഇഷ്ടമാണ്. എന്ത് കിട്ടിയാലും ഐ ആം ഹാപ്പി. ആണോ? ഇപ്പൊ ദോശയുടെ നമ്മുടെ ഈ ചപ്പാത്തിയുടെ കറികൾ അങ്ങനത്തെ ആണെങ്കിലും കഴിക്കോ? ചിലര് ഞാൻ അങ്ങനെ ഒക്കെ കേട്ടിട്ടുണ്ട്. ദോശക്ക് എന്താണ് കോമ്പിനേഷൻ? സാമ്പാർ, ചട്നി, ചിലപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊടിയും അത്, പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ചീസ് ദോശയൊക്കെ പോലെ. അഞ്ജലി കുക്ക് ചെയ്യാറുണ്ടോ? എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അമ്മ ഫുൾ ടൈം ഉള്ളത് കൊണ്ട് അടുക്കള ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നോണ്ട് എനിക്ക് സമാധാനം. അതുകൊണ്ട് അതിനിടയിലേക്ക് ഡിസ്റ്റർബ് ചെയ്യാനില്ല. ഓക്കെ, ശരി. അടുത്തത്, ഏത് സബ്ജക്റ്റിനാണ് ആവണിക്ക് ഏറ്റവും ഒടുവിൽ ഫുൾ മാർക്ക് കിട്ടിയത്? എക്സാം തുടങ്ങിയേ ഉള്ളൂ ഇന്നലെ. അതായത് ഫുൾ മാർക്ക് എക്സാമിന്റെ റിസൾട്ട്സ് വന്നിട്ടില്ല. എന്നാ വേണ്ട, ലാസ്റ്റ് ഇയറില്, ഇപ്പൊ ഇയറിലെ ഫസ്റ്റ് എക്സാം അല്ലേ ഇപ്പൊ കഴിഞ്ഞ, ലാസ്റ്റ് ഇയറിലെ ഏറ്റവും കൂടുതൽ ഫുൾ മാർക്ക് അല്ലെങ്കിൽ നമുക്കറിയാലോ ഏകദേശം ഏതൊരു സബ്ജക്റ്റിനായിരിക്കും എപ്പോഴും അവള് ഹൈ സ്കോർ ചെയ്ത് നിൽക്കുന്നത്? ലാസ്റ്റ് ഇയർ ഫൈനൽ എക്സാമിനോ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ സബ്ജക്ട് ഏതാണ് ലാസ്റ്റ് ഇയർ? അല്ല, എല്ലാത്തിനും നല്ല സബ്ജക്ട് മാർക്ക് ഉണ്ട്. എനിക്ക് വയ്യ, എന്തൊരു ബ്രില്യന്റ് ഗേൾ ആണെന്ന് നോക്കിക്കേ. അല്ലെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് വേണമെങ്കിൽ ഏതാന്ന് ഞാൻ എഴുതാം. എന്നാ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഏതാന്ന് എഴുതാം. ടഫ് ഈ വർഷത്തെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട്. അമ്മ ഉത്തരം പറഞ്ഞു കൊടുക്കാം. ഈ വർഷത്തെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് വേണ്ട എഴുതാൻ. അത് അവൾക്ക് മനസ്സിലായി എന്തെഴുതണം. അപ്പൊ അവൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. അല്ല, എനിക്കറിയില്ല അവൾ അത് എഴുതുമെന്നുള്ളത് എനിക്കറിയില്ല. എനിക്കത് തോന്നി അവൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളത്. റെഡി? എഴുതി കഴിഞ്ഞു? ഓക്കെ, ടേൺ ചെയ്തോളൂ.
സയൻസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ? എനിക്ക് തോന്നി സയൻസ് ഭയങ്കര മാത്സ് ആണോ എഴുതിയേ? അല്ലല്ല, സയൻസ് അല്ലേ എഴുതിയ? എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട്, ഭയങ്കര ഡിഫിക്കൾട്ട് അല്ല, ടേം വേർഡ്സ് ഉണ്ട് കൊറേ, ഇങ്ങനെ എന്താ പറയാ, കൊറേ വാക്കുകളുണ്ട്. അപ്പൊ അതൊക്കെ ഇവളുടെ മെമ്മറിയിൽ നിൽക്കുമെന്നുള്ള ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ട് സയൻസ് എക്സാം ആവുമ്പോൾ. മോളുടെ ഫേവറേറ്റ് സബ്ജക്ട് എന്താ? ഇംഗ്ലീഷ് ആണോ? അപ്പൊ ബാക്കി പൊതുവെ അക്കാഡമിക്സിൽ അപ്പൊ ആള് വളരെ ബ്രില്യന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, പഠിക്കും. സ്കൂളിൽ പോയില്ലേലും എല്ലാം മാനേജ് ചെയ്തോളൂ അല്ലേ? പിന്നെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്നാ ഈ പനിഷ്മെന്റ് ഒന്നും ഇല്ലല്ലോ, പക്ഷെ എന്നാലും നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ചോദിക്കുകയാണ്, ഇതാന്ന് കേട്ടപ്പോൾ അമ്മയുടെ അടുത്ത് മോള് തിരിച്ച് ഇംഗ്ലീഷില് ഒന്ന് ചീത്ത പറയാമോ എന്ന് അമ്മേനെ? ഇംഗ്ലീഷ് അമ്മയെ ചീത്ത പറയാം. എങ്ങനെ? ചുമ്മാ ഒരു ലൈൻ ലൈൻസ് അമ്മേനെ ദേഷ്യപ്പെട്ടിട്ട്. What are you doing? Are you stupid? മതിയോ? അയ്യോ, അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് അപ്പുവിന്റെ ഓരോരോ ആഗ്രഹങ്ങളെ കാര്യമില്ല, നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് വേണ്ടിട്ടല്ലേ. പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇത് ആരുടെ അടുത്ത് ഇങ്ങനെ ചിത്ത പറയണേ? അതുവിന്റെ അടുത്തായിരിക്കും ഈ ഡയലോഗ് ഒക്കെ പറയണേ. അങ്ങനെ ഞാൻ പറയാറില്ല, പിന്നെ കൂടുതലും ഫ്രണ്ട്സിന്റെ അടുത്ത് ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നൊക്കെ ദക്ഷക്കുട്ടി കേൾക്കാറുള്ളതാണ്. ദക്ഷടുത്ത് അങ്ങനെ പറയാറില്ല. അല്ലാത്ത കുറെ ഫ്രണ്ട്സ് ഉണ്ട്, നോട്ടി ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അടുത്താണ് പറയാ അല്ലേ? ശരി, അടുത്ത ചോദ്യം റെഡി ആയിക്കോളൂ, ആൻസർ എഴുതാൻ. ആവണി ഏറ്റവും കൂടുതൽ റീലുകൾ കുത്തിയിരുന്ന് കാണാറുള്ളത് ഏത് സോഷ്യൽ മീഡിയ താരത്തിന്റേതാണ്? ഇല്ലാത്ത കാണാറുണ്ട്, എന്നാലും മലയാളം, അങ്ങനെ മലയാളത്തിൽ എഴുതിയാൽ മതിയോ? പറയണ്ട, ഏറ്റവും കൂടുതൽ കാണുന്നത് ആരുടെയാണോ അവരുടെ എഴുതി. പല പല ലാംഗ്വേജിൽ കാണാറുണ്ട്, പക്ഷെ മലയാളം തന്നെ എഴുതിയാൽ മതി, എല്ലാവർക്കും അറിയുന്നത് അതല്ലേ. മലയാളം ഏത് ഇതാണെന്ന്, ആരുടെ റീലാണ് കാണണേ, ആരുടെ വ്ലോഗാ കാണണേന്ന്? ബ്ലോഗാണോ യൂട്യൂബാണോ? യൂട്യൂബ് റീൽസ് എന്താ യൂട്യൂബ് ചാനൽസ് ആണോ ചോദിക്കുന്നത്? യൂട്യൂബ് ചാനൽസ് അല്ല, റീൽസ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് ഇൻഫ്ലുവൻസറിന്റെ ആണെന്നോ അല്ലെങ്കിൽ ഏത് സ്റ്റാർ ആണ്? ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവണി വ്ലോഗ് ഒക്കെ ചെയ്യുന്ന ആള് തന്നെയാണ് ഇൻഫ്ലുവൻസേഴ്സ്. അപ്പൊ റീൽസ് ഏതാണ് മലയാളത്തിൽ കാണണേന്ന് നീ ആരുടെയാന്ന്? അയ്യോ കൊറേ പേരുണ്ടെന്നേ, ഫുൾ ടൈം ഈ റീലും പരിപാടികളും എല്ലാം പുറത്തുള്ള ഇൻഫ്ലുവൻസേഴ്സിന് വരെ അറിയാം. ഇംഗ്ലീഷിലുള്ള ഞാൻ ആദ്യമായിട്ട് പേരുകളൊക്കെ കേൾക്കുന്നത്, ഇപ്പോഴും എനിക്ക് ഓർമ്മയിലില്ല. മലയാളത്തിൽ എനിക്ക് ഇൻഫ്ലുവൻസേഴ്സ് പോരെ? ആരാ മോള് ഏറ്റവും കൂടുതൽ ആരുടെ റീലാ കാണുന്നത്? എന്തായാലും തോക്കും, കാരണം ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുള്ള അടുത്ത പനിഷ്മെന്റ് റെഡിയാക്കി വെച്ച മിക്കവാറും അമ്മയ്ക്ക് തെറ്റും, കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരുടെ ഒക്കെ ഇരുന്ന് ചിരിക്കണ കാണാം മലയാളത്തിൽ. അമ്മയെ അടുത്ത് നമ്മള് കാണാൻ അമ്മയ്ക്ക് പറയരുത്, അമ്മ എഴുതി കഴിഞ്ഞു. കഴിഞ്ഞോ? അല്ല, ഇത് ഉറപ്പായിട്ടും കുഴപ്പമില്ല, കാരണം ഇഷ്ടംപോലെ പേരുണ്ട് മലയാളത്തിൽ അവൾക്ക് അറിയില്ല, ഇത് കാണുന്ന ഒരേപോലെ കാണുന്ന ഓരോരുത്തരുടെ എപ്പിസോഡ് വന്ന് ഇരുന്ന് കാണാം. പ്രവീൺ പ്രണവ് ചട്ടമ്പീസ് കണ്ട അമ്മയ്ക്ക് അത് അറിയായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് എഴുതിയില്ല? ആക്ച്വലി ഞാൻ പ്രവീൺ പ്രണവും കാണാറുണ്ട്, അവരുടെ ഡാൻസ് റീൽസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാം. പിന്നെ കോമഡി വീഡിയോസ് ആണെങ്കിൽ ഞാൻ ചട്ടമ്പീസിനെ നോക്കും. എല്ലാരും ഒരേപോലെ റീൽസ് ഇടുന്നോണ്ടേ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരുടെയും ഒരേപോലെ കാണുന്നുണ്ട്. മോളപ്പം എല്ലാവരുടെയും ഇങ്ങനെ ഇരുന്ന് ഫുൾ ടൈം ഇരുന്ന് മൊബൈൽ ഇങ്ങനെ കാണും. മൊബൈൽ ടിവിയില് റീൽസ് ഇടും, യൂട്യൂബിലിടും. അപ്പൊ പനിഷ്മെന്റ് വേണ്ടേ? പനിഷ്മെന്റ് എന്താണെന്നറിയോ? അപ്പൊ ഈയിടെ ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഡാൻസ് റീലില് ആ പാട്ട് ഏതാണ്, ആ പാട്ട് പാടണം. അതാണ് മോൾക്കുള്ള പനിഷ്മെന്റ്. ഏതാ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ട് നിൽക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. ഏതാണ്? എനിക്ക് ആക്ച്വലി അറിഞ്ഞൂടാ. ഇപ്പൊ ഈയിടെ ഡാൻസ് റീലൊക്കെ കാണാറുണ്ടല്ലോ, അത് കളിക്കാറുണ്ട്. അപ്പൊ ആരുടെ ഡാൻസ് ബോർഡ് അത് പഠിക്കോ? വേറെ എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടോ? ഇല്ല, ആ പനിഷ്മെന്റേ ഉള്ളൂ. പഠിക്കോ? എന്തായിരുന്നു ഞാൻ ഏറ്റവും നല്ലോണം റീൽസ് വരുന്ന, ഇപ്പൊ ട്രെൻഡി ആയിട്ട് വരുന്ന ഏതെങ്കിലും റീലിലെ പാട്ട് പാടാൻ? ട്രെൻഡിങ് കുറെ പാട്ടുകൾ. ഒരെണ്ണം പാടിക്കോ. പ്രൊഡ്യൂസർ ചോദിക്കുന്നുണ്ട് അഴകിയ ലൈല അറിയാവോന്നും. അപ്പൂസ് മാമയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ ഞങ്ങളുടെ പ്രൊഡ്യൂസർ മാമ. മറ്റേതാണോ? അപ്പൂസ് മാമ എപ്പോഴും ഡാൻസ് ചെയ്യും. ആ പാട്ട് കേട്ട അപ്പൂസിന്റെ അത് വരികൾ അറിയോ നിനക്ക്? ഇല്ല, അറിയാം. എന്നാ അത് പഠിക്കോ. അഴകിയ ലൈല നോക്കിക്കോ, അവിടെ എനിക്ക് അറിയുള്ളൂ. അറിയുള്ളൂ കുട്ടിക്ക്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
ആ ഇതേ പോകുമ്പോ അപ്പുസ്മാമ നമുക്ക് ഒരുമിച്ച് അത് പാട്ട് വെച്ചിട്ട് റീൽസ് ചെയ്തിട്ട് പോവാന്ന് കേട്ടോ. ശരി, ഓക്കെ. അടുത്ത ചോദ്യം. എത്രാമത്തെ ഇനി? ഓക്കെ, ഇനി 8th വൺ. കൊറേ ചോദ്യങ്ങളുണ്ടോ? 10 ഉള്ളൂ. 8th എത്തി. ആവണിയെ അമ്മ തല്ലാൻ ഓടിച്ചിട്ട ഒരു സന്ദർഭം. ഇഷ്ടം പോലെ ആണോ? സിറ്റുവേഷൻ. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആവണിക്ക് ഒറ്റ അടി കിട്ടിയത്, അല്ലെങ്കിൽ അമ്മ അടിക്കാനായിട്ട് ഓടിച്ചിട്ടത് ഏതാണ്? ഇന്നലെയാണോ ഇന്നാണോ? ഇന്ന് അടി കിട്ടിയില്ലെന്ന് തോന്നുന്നു. ദിവസമാണോ? ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നാണോ ഇന്നലെയാണോ അടി കിട്ടിയെങ്കിൽ അത് എന്തിനായിരുന്നു? സിറ്റുവേഷൻ ആണ് എഴുതേണ്ടത്. എന്തിനായിരുന്നു അമ്മയുടെ അടി കിട്ടിയത്? ലാസ്റ്റ് ഒരു ദിവസം തന്നെ പലപ്പോഴും അടിക്കാറുണ്ടോ അഞ്ജലി? അടിക്ക് കൈ പൊങ്ങാറുണ്ട്. ആണല്ലേ? വേദനിപ്പിക്കൊന്നുമില്ല, വേദനിപ്പിക്കാതെ അടിക്കും. ഇങ്ങനെ അങ്ങനെ കിട്ടും, ഒരെണ്ണം ഇങ്ങനെ കിട്ടും. ഇല്ല, അത്ര അടിക്കാറുള്ളൂ? എനിക്കില്ല. വെറുതെ കുറ്റിക്ക് അടി കൊട്ടിട്ട് അത് കടി കൊട്ടിട്ട് അവൾ കുട്ടി അത് മതി അവക്ക്. ആണല്ലേ? അമ്മ എന്നെ അടിച്ചു എന്ന് അടിക്കാതെ വരുമ്പോ ഉള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അത് അടി കിട്ടിയാൽ മതി. അമ്മ എന്നെ അടിച്ചു, പിന്നെ അത് എല്ലാരും ഒന്ന് കേൾപ്പിക്കുന്നവരെ ഒന്ന് നിർത്തും. അമ്മമ്മയെ അടി കിട്ടിയ അപ്പൊ അമ്മമ്മ നീ എന്തിനാ മോളെ തൊട്ടേ എന്നുള്ള ചോദ്യം. അതുകൊണ്ട് ഇവർക്ക് വെറുതെ ഒന്ന് ഇങ്ങനെ ചെയ്താലും അമ്മ ഇപ്പൊ എന്തിനാ അമ്മ എന്നെ അങ്ങനെ ചെയ്തേ? അതാണ് കിട്ടാതെ കിട്ടുമ്പോ അല്ലത്. അപ്പോഴേക്കും വേറെ കൂട്ടുകാരി ഒന്ന് പറയും, ഇടി ഇതൊക്കെ ഒരു അടിയാണോ, എന്റെ അവിടെ ബെൽറ്റ് കൊണ്ട് കിട്ടുന്നു, ഹാങ്ങർ കൊണ്ട് കിട്ടുന്നു. ഞാൻ പറ അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ്. ഇപ്പൊ എന്തിനാ ഞാൻ എഴുതാ? ഇഷ്ടംപോലെ കാര്യത്തിന് കൈ. ലാസ്റ്റ് എന്തായിരിക്കും കാര്യം? പെട്ടെന്ന് മോൾ എഴുതി കഴിഞ്ഞു, അമ്മയ്ക്ക് എഴുതാനുള്ള ചാൻസ്. ഓക്കെ, ടേൺ. സമയം കഴിഞ്ഞു, അത്രയൊക്കെ എഴുതിയാൽ മതി. അതുനെ വെറുപ്പിക്കുക എന്നുള്ളത് മാത്രമേ എഴുതി. ശരിക്കും ചേച്ചി തന്നെ കേട്ടോ. മലയാളികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് അഞ്ജലി നായർ. 1994 മാനത്തെ വെള്ളിത്തേര് എന്ന സിനിമയിലൂടെയാണ് ബാലതാരമായി നടി തന്റെ കരിയർ ആരംഭിക്കുന്നത്. 2015 മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന അവാർഡും അഞ്ജലി നേടിയിരുന്നു. പുലിമുരുകൻ സിനിമയിൽ മോഹൻലാലിന്റെ അമ്മയായും ഒപ്പം സിനിമയിൽ അദ്ദേഹത്തിന്റെ സഹോദരിയായും അഭിനയിക്കാൻ നടിക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ താരത്തിന്റെ മകളും സിനിമയിൽ സജീവമാണ്. ഫിനിക്സ് എന്ന സിനിമയിൽ മരിയ എന്ന കഥാപാത്രത്തെ അസാമാന്യമായിട്ടാണ് അഞ്ജലിയുടെ മകൾ അഭിനയിച്ച് ഫലിപ്പിച്ചത്.